ക്ലാസ് നീ എന്റെ പാട്ട് എടേ അത് ലൈവ് ക്ലാസ് ആണ്, നീ കളിക്കില്ലേ? Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പബ്ലിക് റിലേഷൻസ് എടുത്ത് നിർത്തിയത്? റോൾ ഓഫ് PR ഓഫീസർ, അതിന്റെ ഹെഡിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, നമ്മൾ ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ പറഞ്ഞിരുന്നു. ക്വാളിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്ന്. എന്തൊക്കെയായിരുന്നു ക്വാളിറ്റീസ്? എന്തൊക്കെയായിരുന്നു ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണ്ട ക്വാളിറ്റീസ്? എന്തൊക്കെയാണ്? ആംബിൾ കോമൺ സെൻസ്, ഓർഗനൈസിംഗ് കപ്പാസിറ്റി, ഓർഗനൈസിംഗ് കപ്പാസിറ്റി വേണം, ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി വേണം, നല്ലൊരു ലക്ഷ്യബോധവും അതുപോലെ വസ്തുനിഷ്ഠതയും വേണം, ഓരോ കാര്യങ്ങളും ഇമാജിൻ ചെയ്യാൻ ഉണ്ടായിരിക്കണം. പിന്നെ കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ, ക്വാളിറ്റീസ് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. ക്വാളിറ്റി ചോദിക്കാറുണ്ട്, ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് അടുത്ത ക്വാളിറ്റീസ് പറഞ്ഞത്? ഒത്തിരി ക്വാളിറ്റീസ് പറഞ്ഞു കേട്ടോ. അപ്പൊ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാല് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? നമ്മള് എത്ര സമയം വേണമെങ്കിലും ദീർഘനേരം വർക്ക് ചെയ്യാനായിട്ട്, ജോലി ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. എത്രത്തോളം എന്താണ് ഒരു അലിഗേഷൻസോ അല്ലെങ്കിൽ മെന്റലി അവര് ഇല്ലാക്കാൻ നോക്കിയാലോ കാര്യങ്ങളൊക്കെ വന്ന് പല പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ പെയിൻ ഒക്കെ താങ്ങാനായിട്ട് അല്ലെ, അതൊക്കെ കരുതിയില്ലാത്തൊരു ശേഷി ഇവർക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു പ്രോബ്ലം ഒന്നും എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം എന്ത് ചെയ്യാ വേണ്ട വിട്ടിട്ട് കളയല്ല ചെയ്യേണ്ടത്, മറിച്ച് ആ പ്രോബ്ലത്തെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ യാഥാസ്ഥികവും അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധവും ഉണ്ടായിരിക്കണം. വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും, ഫ്ലുവന്റ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവുണ്ടായിരിക്കണം. അതുപോലെ പബ്ലിക്കായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ്, ആ ഒരു റെപ്യൂട്ടേഷൻ, ആ ഒരു പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നല്ലൊരു എന്താണ് റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ചാണ്.
എന്ത് കാര്യം ചെയ്യാനും അത് നല്ല രീതിയിൽ ബുദ്ധിപൂർവം അതുപോലെ തന്നെ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒരു ഫലത്തെ അടിസ്ഥാനമാക്കി ഒരു ഫലം അവർക്ക് അതിൽ നിന്ന് കിട്ടണം. ആ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കണം. അതുപോലെ മീഡിയയുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, നമ്മുടെ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഇപ്പൊ ന്യൂസ് പേപ്പറിലോ മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒക്കെ തയ്യാറാക്കാനും അത് എഴുതാനും തയ്യാറാക്കാനും ഉള്ള ഒരു കഴിവും കൂടി ഒരു നല്ല പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണമെന്നാണ് ക്വാളിറ്റീസിൽ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തതും ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ് റോൾ ഓഫ് PR ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോൾ അല്ലെങ്കിൽ പങ്ക് എന്തൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ 4 റോൾസ് ആണ് പ്രധാനമായിട്ട്. അതിൽ റോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4 ഹെഡിങ്സും ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ തരാം. അത് അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഈ 4 എണ്ണവുമാണ് പ്രധാന റോൾ അല്ലെങ്കിൽ പങ്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതാണ് അഡ്വക്കേറ്റ്. എന്തായിരിക്കും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഒരു PR ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ മാനേജറുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എന്തായിരിക്കും പ്രവർത്തിക്കുക? എന്തായിരിക്കാം പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് എന്ന നിലയില്? ഒരു അഡ്വക്കേറ്റിനെ പോലെ പ്രവർത്തിക്കും എന്നാ പറയുന്നത്. അതിന്റെ ഉദ്ദേശം ആ റോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു റോള്, അതായത് അഡ്വക്കേറ്റ് എന്നൊരു റോള് ഇവർ ആ ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും അവിടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോ എന്താണ്? ഒരു അഡ്വക്കേറ്റ് എന്ത് കാര്യങ്ങളൊക്കെയാ സഹായിക്കുന്നത് നമ്മളെ? ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മളെ സഹായിക്കുന്നത്? ലീഗൽ ആയിട്ടുള്ള പലതരത്തിലുള്ള നിയമസഹായങ്ങൾ അല്ലെ, പല പ്രോബ്ലംസിനും ലീഗൽ ആയിട്ടുള്ള പരിഹാരങ്ങൾ, നിയമസഹായങ്ങളാണ് അവർ നമുക്ക് ചെയ്തു തരാം അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറും ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. നിയമപരമായിട്ടുള്ള പലതരത്തിലുള്ള സഹായങ്ങളും സേവനങ്ങളും ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ നമുക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. അവർ ശരിക്കും ഒരു ചീഫ് ലീഗൽ അഡ്വൈസറെ പോലെയാണ് പ്രവർത്തിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. കമ്പനി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ചീഫ് അഡ്വക്കേറ്റ് പോലെയാണ് ആര് പ്രവർത്തിക്കുന്നത്? ആ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ എനർജി ഓൺ ബിൽഡിംഗ് ആൻ ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് മുഴുവൻ എന്താണ് എനർജിയും ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്? ഈ പബ്ലിക് റിലേഷൻ മാനേജറിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്പോർട്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്. അവർ ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയായിരിക്കും? ഈ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന PR ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ മാനേജർ ആയിരിക്കും. പബ്ലിക് റിലേഷൻ മാനേജർ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എങ്ങനെയായിരിക്കും ഒരു അഡ്വക്കേറ്റ് ഓരോ സ്ഥാപനത്തിലും പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ ഒരു ചീഫ് ലീഗൽ അഡ്വൈസർ പോലെ അല്ലെങ്കിൽ ചീഫ് അഡ്വക്കേറ്റ് പോലെ ആ സ്ഥാപനത്തിന് വേണ്ടി പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കുന്നു. അവർക്ക് ആവശ്യമായ നിയമപരമായ സഹായങ്ങൾ ചെയ്യുന്നു. നിയമപരമായ നിർദ്ദേശങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, ഇങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആധിക്യം, അതായത് ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിനുള്ള മുഴുവൻ എനർജിയും ആരിൽ കേന്ദ്രീകൃതമാണെന്നാ പറയുന്നത്? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ഓരോ തരത്തിലുള്ള വികസനങ്ങൾക്കും ആരാണ് ഏറ്റവും സെൻട്രൽ അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന മുഴുവൻ എനർജിയും ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പബ്ലിക് റിലേഷൻ മാനേജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജ്മെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ശരിക്കും ഒരു പബ്ലിക് റിലേഷൻ മാനേജർ. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവരോട് വാദിക്കാനും ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് മറ്റുള്ളവരിൽ നല്ലൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആരാണ് അതിനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ഈ പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അതാണ് അവരുടെ അഡ്വക്കേറ്റ് എന്നുള്ള റോളിൽ പറയുന്നത്.
ക്ലിയർ ആണോ? അഡ്വക്കേറ്റ് എന്നുള്ള റോള് ക്ലിയർ ആണോ? രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെ. പബ്ലിക് റിലേഷൻ മാനേജർ, മാനേജർ എന്നാണ് കേട്ടോ. പബ്ലിക് റിലേഷൻ മാനേജർ ക്രാഫ്റ്റ്സ് കമ്മ്യൂണിക്കേഷൻ പോളിസീസ് and supervises the development of all statement and news releases for the company. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്താണ് ക്രാഫ്റ്റ് ദി കമ്മ്യൂണിക്കേഷൻ പോളിസികൾ, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. ആൻഡ് സൂപ്പർവൈസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി. ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ള ന്യൂസ് റിലീസുകൾ, ഇപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള റിലീസിംഗ് കാര്യങ്ങൾ നോട്ടീസുകളായിട്ട് അല്ലാതെ അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ന്യൂസ് റിലീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വികസിപ്പിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ പോളിസികൾ രൂപീകരിക്കുക. ഇതെല്ലാം ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ചെയ്യേണ്ടത്. ആൻഡ് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലൻസ്. അപ്പൊ ഇവർക്ക് വേണ്ട മറ്റു ടാലൻസ് അല്ലെങ്കിൽ കഴിവുകളാണ് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് നല്ലൊരു ജേർണലിസം കഴിവ് കൂടി ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മുടെ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഓരോ വ്യക്തികളുടെ ആ ഒരു പ്രോബ്ലംസുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ന്യൂസ് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാപനത്തെ എങ്ങനെ നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ജേർണലിസം പോലെയുള്ള ഒരു മെന്റാലിറ്റി കൂടി ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശോഭിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റെലവന്റ് ടു ദ ഓഡിയൻസ്. അവർ ആശയവിനിമയം നടത്തുന്നത് ഏത് മെത്തേഡിലൂടെയും അവർ ആശയവിനിമയം നടത്തിയോട്ടെ അത് വളരെ വ്യക്തമായിരിക്കണം, വളരെ ബ്രീഫ് ആയിട്ടുള്ള, ഒരുപാട് വാരി വരച്ചൊന്നും പറയാൻ പാടില്ല അല്ലെ. ഒരു പബ്ലിക്കിൽ അവർ സ്പീക്ക് ചെയ്യാണ്, ഒരു പബ്ലിക് റിലേഷൻ മാനേജർ അവരുടെ സ്ഥാപനത്തെ കുറിച്ച് അവരെ ഒരു പബ്ലിക് സ്പീക്ക് നടത്തുമ്പോ അത് എങ്ങനെയായിരിക്കണം, ഒരുപാട് വാരി വരച്ച് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എങ്ങനെയാ, വളരെ വ്യക്തമായിട്ട്, വളരെ ചുരുക്കി, വളരെ പ്രസക്തമായ രീതിയിലായിരിക്കണം ആ ഒരു ഓഡിയൻസിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആശയവിനിമയം അവരുമായിട്ട് നടത്തേണ്ടത്. നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടും പബ്ലിക് റിലേഷൻ മാനേജർ അല്ലെങ്കിൽ ഓഫീസർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തിലാണ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം. അതായത് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസികളും വികസിപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ സൂപ്പർവൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി. ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ന്യൂസ് റിലീസുകളുമായി ബന്ധപ്പെട്ടതാവാം അല്ലാത്ത പ്രസ്താവനകളൊക്കെ കൃത്യമായിട്ട് അത് എഴുതാനും അത് വികസിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഈ പബ്ലിക് റിലേഷൻ മാനേജർ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ ക്വാളിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, റൈറ്റിംഗ്, എഴുതാനുള്ള ഒരു കഴിവ് വേണമെന്ന്, എഡിറ്റോറിയൽ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കഴിവുകൾ വേണമെന്ന്. ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് മുതലായവയ്ക്കൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു കണ്ടന്റ് അത് ഇവരാണ് തയ്യാറാക്കേണ്ടത്. എങ്ങനെയായിരിക്കണം ആ ഒരു അഡ്വർടൈസ്മെന്റ് വരേണ്ടത്, എങ്ങനെയായിരിക്കണം അത് എഴുതി തയ്യാറാക്കാനൊക്കെ ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേറ്ററിനായിട്ടുള്ള ഈ പബ്ലിക് റിലേഷൻ മാനേജർ ഉണ്ടായിരിക്കണം. അപ്പൊ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കണം. അതുപോലെ തന്നെ അവർക്ക് സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം മുതലായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഓഡിയൻസുമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, അത് വളരെ ബ്രീഫ് ആയിരിക്കണം, വളരെ ചുരുക്കത്തിലായിരിക്കണം പറയേണ്ടത്. അതുപോലെ ആ ഓഡിയൻസിന് പ്രസക്തമായ രീതിയിലായിരിക്കണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ഒരു റോളില് ഉള്ള കാര്യങ്ങള് ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. എന്താണ് 14 പേരുണ്ട്. 14 അതിൽ അശ്വതിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, മറ്റാരും എന്താ റിപ്ലൈ ചെയ്യാതെ എല്ലാരും ഉറങ്ങുവാണോ? ഒന്നുകൂടെ പറയണം.
ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിലുള്ള റോളാണ് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ആശയവിനിമയം നടത്തുന്ന വ്യക്തി എന്നുള്ള രീതിയാണ് അല്ലെ, എന്നൊരു റോളാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മൾ വരുന്ന പേഷ്യൻസുമായിട്ടാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട്, ഈ ഹോസ്പിറ്റലും ആ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആരിലൂടെയാണ് ശരിക്കും നടക്കുന്നത്? ഈ പബ്ലിക് റിലേഷൻ മാനേജറിലൂടെയാണ്. അവരാണ് ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ ന്യൂസ് റിലീസുകൾ നടത്താറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ നോട്ടീസുകളൊക്കെ നമ്മുടെ പല മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സിലൂടെ ഒക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ നടത്തുന്ന ഇങ്ങനെയുള്ള റിലീസുകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ മുതലായ കാര്യങ്ങൾ വികസിപ്പിക്കേണ്ടതും അത് കൃത്യമായ മേൽനോട്ടം വഹിക്കേണ്ടതും ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അവർക്ക് വേണ്ട മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ടാലൻസ് ആണ് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം. നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് എന്ത് ചെയ്യണം? പഠന വിധേയമാക്കണം. സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോരുത്തരുടെയും സൈക്കോളജി, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, മനുഷ്യരുമായിട്ട് ഇടപെടലുമായി ബന്ധപ്പെട്ട് അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവ് വേണം. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു ആശയവിനിമയ കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ജേർണലിസം കഴിവും കൂടി ഉണ്ടായാൽ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും അത് എഴുതാനും എഡിറ്റ് ചെയ്യാനും അത് മേൽനോട്ടം വഹിക്കാനും ഒക്കെ കഴിയുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള കഴിവ് കൂടി ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഇവര് ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് വളരെ വ്യക്തവും വളരെ ചുരുക്കത്തിലും അതുപോലെ പ്രസക്തവുമായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ കമ്മ്യൂണിക്കേറ്റർ? ഓക്കെ, അടുത്തത് പ്രോബ്ലം സോൾവർ. പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന പ്രോബ്ലത്തെ സോൾവ് ചെയ്യേണ്ടത്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് സോൾവ് ചെയ്യേണ്ടതും അത് പരിഹരിക്കേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറാണ്. ഇപ്പൊ ഇവിടെ നോക്കിയത് പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ അതൊരു നമ്മൾ എന്താണ് ഒരു ഒരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ അതായത് ഒരു പ്രോബ്ലം, ഒരു ഹോസ്പിറ്റൽ, ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കോട്ടെ, ആ ഒരു സംഭവം നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ ആ പബ്ലിക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് ആ ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കുന്നത്. അതാണ് ശരിക്കും അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായി, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒത്തിരി സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തുന്നുണ്ടോ? എല്ലാ സംഭവങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ അറിയാറുണ്ടോ? ഇല്ല. അത്രയും ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതോടുകൂടിയാണ് കുറച്ചധികം കാര്യങ്ങൾ പിന്നെയും നമ്മൾ അറിയാൻ തുടങ്ങിയത് അല്ലെ. ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ അറിയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ആ സ്ഥാപനത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലാക്കി മാറ്റാണ് അല്ലെ. അപ്പൊ ഇവിടെയും അതാണ് ശരിക്കും ഈ പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായാൽ ആ സംഭവം പുറത്ത് പബ്ലിക് അറിഞ്ഞില്ല. ഇപ്പൊ എല്ലാത്തിനും ഒരു രണ്ട് വശമുണ്ട് അല്ലെ. ഇപ്പൊ ഒരു സംഭവം നടന്നു, അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പ്രതികൂലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു പ്രോബ്ലം നടന്നു, ഇപ്പൊ അത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞാല് അത് ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കില്ലെങ്കിൽ പോലും ആ ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ഒരുപാട് പേരുണ്ടാവും അല്ലെ. പബ്ലിക്കിലേക്ക് ആ ഒരു ന്യൂസ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ പബ്ലിക്കിലേക്ക് എത്തിയാൽ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നല്ല രീതിയിൽ അതെടുക്കുമോ, മോശമായ രീതിയിൽ എന്തെടുക്കുമോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ്? ഈ പബ്ലിക് റിലേഷൻ മാനേജറാണ്. അവരത് മനസ്സിലാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോവാതെ ഈ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡും കാര്യങ്ങളും ആര് കൊണ്ടുവരണം? ഈ പബ്ലിക് റിലേഷൻ മാനേജർ കൊണ്ടുവരണം. അതുകൊണ്ടാണ് അവരെ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ ഈ പറയുന്ന എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും അത് ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ മാനേജ് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും പുറത്തേക്ക് അത് എത്തിയാൽ ചിലപ്പോൾ പല രീതിയിൽ അത് പബ്ലിക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാതെ അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് പുറത്തേക്ക് എത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രശസ്തി അത് ബാധിക്കും അല്ലെ. ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മോശമാവുകയാണ് ചെയ്യുക അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ആ ഒരു സ്ഥാപനത്തെ എപ്പോഴും നല്ല പ്രശസ്തിയിൽ നിലനിർത്തണമെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ സോൾവ് ചെയ്യപ്പെടണം, അല്ലെ? പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജർ ഈ പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്വിംഗ് ഡോക്ടർ എന്ന നിലയിൽ ചെയ്യുന്നത്. Clear ആണോ? Then it is he or her job is to put the best face on news and information that could embrace or define the company's reputation. അപ്പൊ ഈ കമ്പനിയുടെ പ്രശസ്തിയെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും embrace or define, അതായത് എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരൊക്കെ നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ന്യൂസോ ഇൻഫർമേഷൻസോ ഒക്കെ വരുമ്പോ അതെല്ലാം മാറ്റിക്കളഞ്ഞ് ആ ഒരു കമ്പനിയുടെ ബെസ്റ്റ് ഫേസ്, അവരുടെ നല്ല ഫേസ് മാത്രം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും ആരാണ് അത് ഏറ്റെടുക്കേണ്ടത്? ഈ പബ്ലിക് റിലേഷൻ മാനേജറാണ്. അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു സ്ഥാപനത്തിന് ഇപ്പോ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തി കളയുന്ന രീതിയിൽ എന്തെങ്കിലും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ ഒക്കെ വന്നാലോ അതിനെയൊക്കെ മാനേജ് ചെയ്ത് ആ ഒരു കമ്പനിയുടെ ആ ഒരു ബെസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ നല്ല ചിത്രം മാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ റെപ്യൂട്ടേഷന് യാതൊരു കാരണവശാലും ഒരു ഇടിവുണ്ടാവാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ആർക്കാണുള്ളത്? ഈ പബ്ലിക് റിലേഷൻ മാനേജറിനാണ് ഉണ്ടായിരിക്കുക. Then often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മുടെ കോമൺ ആയിട്ട് ഒരു പ്ലാറ്റിനം എന്ന് പറയുന്ന നമ്മൾ എന്താണ് ഓർണമെന്റ്സ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെ പ്ലാറ്റിനം, അല്ലെ? ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന അല്ലെ പ്ലാറ്റിനം, അല്ലെ? എങ്ങനെയാണ് അതിന്റെ റേറ്റ്? കുറവാണോ കൂടുതലാണോ? അത് പറയുന്നത് വേഗം മനസ്സിലാവും. കുറവാണോ കൂടുതലാണോ പ്ലാറ്റിനത്തിന്റെ റേറ്റ്? കുറവാണ്, കൂടുതലാണ്, അല്ലെ? അപ്പൊ ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാറ്റിനം ഡേറ്റ എന്ന് വെച്ചാൽ അത് അത്രയും മൂല്യമുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുക. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നപ്പോ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടക്കുറവുണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കും, അല്ലെ? പരാതികൾ കൊടുക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു പരാതികൾ കൊടുക്കുമ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ഇൻഫർമേഷൻസ്, അതായത് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ കൊടുക്കുന്ന കോമൺ ഇൻഫർമേഷൻസ്, അതിപ്പോ ചിലപ്പോ ആ ഇൻഫർമേഷൻസ് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു പരാതി ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ആ ഒരു ഇൻഫർമേഷൻസിനെ കൃത്യമായിട്ട് അത് പോളിഷ് ചെയ്ത് ആ ഇൻഫർമേഷൻ, ആ കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ പോളിഷ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസും ഒക്കെ കളക്ട് ചെയ്ത് അതൊരു പ്ലാറ്റിനം ഡേറ്റയിലേക്ക് മാറ്റുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സാധാരണ പ്രോബ്ലം ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ആ സാധാരണ പ്രോബ്ലം ആണെങ്കിൽ കൂടി അത് ആ പേഷ്യന്റ് വഴി വരുന്ന ഒരു പ്രോബ്ലം ആണ്, അല്ലെ? അപ്പൊ അവരെ നമ്മൾക്ക് ബഹുമാനിക്കുന്നതിന് വേണ്ടി ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ കോമൺ പ്രോബ്ലത്തെ പോളിഷ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രോബ്ലം, എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം അവിടെ വന്നിരിക്കുന്നത്, ഇവർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് തരാനുള്ള കാരണം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയെ പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുക. എന്ന് വെച്ചാൽ എന്താ? നല്ല പോളിഷ് ചെയ്ത് നല്ല കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ഡേറ്റയിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ കൃത്യമായിരിക്കും, അല്ലെ? അപ്പൊ ആ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ പോളിഷ് ചെയ്ത് എന്ത് ചെയ്തു? ഒരു പ്ലാറ്റിനം ഡേറ്റ, അത് അത്രയും മൂല്യമുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുകയും അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് കൊടുക്കാൻ സാധിക്കുകയും വേണം. അപ്പൊ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സ്ഥാപനത്തിലെ ദൈനംദിന നേട്ടങ്ങൾ, ദിവസേന കിട്ടുന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ക്രെഡിറ്റ് ആയിരിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ ആ സ്ഥാപനത്തിന് കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്കൊരു പ്രോബ്ലം തോന്നി, നമ്മൾ ഉടനെ അത് കംപ്ലൈന്റ് ചെയ്തു. ഒരു സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മൾ ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും നമ്മളത് ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരൊരു ചെറിയ പ്രോബ്ലം അല്ലേ, അത് പോട്ടെ എന്ന് വെച്ച് അവരത് തള്ളിക്കളയാണെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു സ്ഥാപനത്തിലേക്ക് പിന്നെ പോകും
തോന്നുമോ? നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോടൊരു ഇഷ്ടം തോന്നും? ഇല്ല. നമ്മളത് മറ്റുള്ളവരോടും പറയും അല്ലെ? നമുക്ക് പരിചയമുള്ളവരോടൊക്കെ പറയില്ലേ, ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം പറഞ്ഞു, അവര് അത് മൈൻഡ് കൂടി ചെയ്യുന്നില്ല അല്ലെ? അവരത് മൈൻഡ് ചെയ്യുന്നില്ല, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റുള്ളവരോടും നമുക്ക് പരിചയമുള്ളവരോടും പറയും അല്ലെ? അപ്പൊ അവരുടെ മനസ്സിലും ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ആ ഒരു പേര് എങ്ങനെയാ പോകുന്നത്? ബാഡ് ആയിട്ട് അല്ലെ? ബാഡായിട്ടല്ലേ പോകുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ചെല്ലുന്നത്. അതേസമയം നമ്മളൊരു ചെറിയ പ്രോബ്ലം പറഞ്ഞാൽ പോലും ആ സ്ഥാപനം ആ പ്രോബ്ലത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി ആ ഇൻഫർമേഷൻ ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റി, അല്ലെങ്കിൽ നല്ല മികച്ച ഒരു ഡേറ്റയാക്കി മാറ്റി, അത് കൃത്യമായിട്ടുള്ള അതിലൂടെ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിലൂടെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തരുകയാണെങ്കിലോ, ചെറിയൊരു പ്രോബ്ലം ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉടനടി അതിലൂടെ തരുകയാണെങ്കിൽ ആ സ്ഥാപനത്തോട് നമുക്ക് ഇഷ്ടം തോന്നൂലേ? ഇല്ലേ? ആ സ്ഥാപനത്തിനോട് ഒരു വിശ്വാസം നമുക്ക് തോന്നൂലേ? അത് അപ്പൊ നമ്മൾ പിന്നെ മറ്റുള്ളവരോട് എന്താ പറയാ, ആ സ്ഥാപനം നല്ലൊരു സ്ഥാപനമാണ്, അവര് നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും അവർ അതിന് ഉടനെ പരിഹാരം നമുക്ക് കണ്ടെത്തി തരുന്നുണ്ട് എന്ന് പറയും അല്ലെ? അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ്. അപ്പൊ ഒരു സാധനത്തിൽ തന്നെ രണ്ട് രീതിയിലാണ് ആളുകൾ അത് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇമേജ് പുറത്ത് നമുക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് കിട്ടും. അപ്പൊ ഇങ്ങനെ എന്തൊരു പ്രോബ്ലം വന്നാലും അവർക്കപ്പോ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് അല്ലെ? ഒരു ക്രെഡിറ്റ് അല്ലേ കിട്ടുന്നത്? ആ ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കുമ്പോ മറ്റുള്ളവരോട് ഈ ആളുകൾ അത് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് ഒരു നേട്ടമല്ലേ അതിലൂടെ കിട്ടുന്നത്? അല്ലെ? ഒരു പ്രശസ്തി ഒന്നുകൂടി വർദ്ധിക്കുകയല്ലേ? ആ ഒരു ക്രെഡിറ്റ് ഒന്നുകൂടി കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അതേപോലെ ഇവിടെ കിട്ടുന്ന എന്തൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം വന്നാൽ അതുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിനൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുകയും അതിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാനും സാധിച്ചാൽ അത് ആ സ്ഥാപനത്തിന് ഡേ ടു ഡേ ദിവസേന അവർക്ക് കിട്ടുന്ന നേട്ടത്തേക്കാൾ കുറച്ചുകൂടി ക്രെഡിറ്റ് അവർക്ക് ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നേതൃത്വം നൽകേണ്ട ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. അതാണ് പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ. ക്ലിയർ ആണോ? അത് പ്രോബ്ലം സോൾവർ ഓക്കെ ആണോ? അടുത്തതാണ് ഒപ്പീനിയൻ മാസ്റ്റർ. ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാസ്റ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ എന്ന നിലയിൽ പ്രവർത്തിക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും? പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. അതായത് ഇവിടെ പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ടത് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ വ്യാപനം. അതായത് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് അറിയണം അല്ലെ? പബ്ലിക്കിലേക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാവോ ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവില്ല അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ വ്യാപിപ്പിക്കുന്നത് ആരിലൂടെയാണ്? ഈ പബ്ലിക് റിലേഷൻ മാനേജറാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പബ്ലിക്കിലേക്ക് എത്തിക്കുക. അവിടെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആ പബ്ലിക്കിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഔട്ട്റീച്ച് ചെയ്യേണ്ടത് ഈ പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. ആൻഡ് ഹി ഈസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ്സ് ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് ദ എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ഇനി എന്താ? പലതരത്തിലുള്ള മീഡിയാസുമായി ബന്ധപ്പെട്ട് മീഡിയാസിനെ ഫേസ് ചെയ്ത് ഇത് വേണം, TV വേണോ, റേഡിയോ വേണോ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് വേണോ, ഏതിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അങ്ങനെയുള്ള മീഡിയാസിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നു. ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് ദ എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. അതായത് അവിടുത്തെ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ്സ്, അതായത് ഇവിടെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് CEO ആവാം, CO ആവാം, CMO ആവാം, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനങ്ങളും ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരാണ് മാനേജ് ചെയ്യുന്നത്? ഈ പബ്ലിക് റിലേഷൻ മാനേജറാണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഫോർ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഹാസ് അപ്രൂവ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഹാൻഡ്. അതായത്
ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ഏത് എക്സിക്യൂട്ടീവിനെയാണ്, ഉചിതമായിട്ടുള്ള ഏത് എക്സിക്യൂട്ടീവിനെയാണ് ആ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി അവിടെ ചുമതലപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അപ്രൂവ്ഡ് ഇൻഫർമേഷൻസും, അതായത് എല്ലാ അംഗീകൃതമായിട്ടുള്ള യോഗ്യതകളും അവർക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോക്കുകയും വിലയിരുത്തുകയും അല്ലെങ്കിൽ ഉറപ്പുവരുത്തുകയും വേണമെന്ന് പറയുന്നത്. ഒപ്പീനിയൻ മാസ്റ്ററില് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട ജോലിയാണ് ഒരു ഒപ്പീനിയൻ മാസ്റ്റർ അല്ലെങ്കിൽ വിദഗ്ധൻ എന്ന നിലയിൽ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു കമ്പനി ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്തുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ. അതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിട്ട് പറയുന്നത് he is accountable for media placements. ഏത് മീഡിയാസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം, അങ്ങനെ മീഡിയാസ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നു. അതായത് ഏതൊക്കെ എക്സിക്യൂട്ടീവുകളാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, ഇനി ഏതൊക്കെ എക്സിക്യൂട്ടീവിനെ ഉചിതമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതൊക്കെ എക്സിക്യൂട്ടീവിനെയാണ് അവരുടെ ചുമതലയ്ക്കായിട്ട് നമ്മൾ നിർത്തിയത്. ഇനി അങ്ങനെ ചുമതലയ്ക്കായിട്ട് നിർത്തുന്ന ഓരോ എക്സിക്യൂട്ടീവുകൾക്കും അതിൻ്റെതായ അനുയോജ്യമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള യോഗ്യതയും പരിചയ സമ്പന്നതയും ഒക്കെ ഉണ്ടോ, നമ്മൾ കാര്യങ്ങളെ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ആണോ, സ്കില്ലുള്ളവരാണോ, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അംഗീകൃതമാണോ എന്നുകൂടി ആരുറപ്പുവരുത്തണം? ഈ ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ മാനേജർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ 4 എണ്ണം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? അത് റോൾ ഓഫ് പിയർ ഓഫീസർ, ഒപ്പീനിയൻ മാസ്റ്റർ ഒന്നുകൂടി പറയാം. ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറഞ്ഞാല് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്നുള്ളത് തന്നെ ഓർത്താൽ മതി. ആ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനം, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളും ആ ഒരു പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ വ്യാപിപ്പിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരിക്കും ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തണം, അതായത് പബ്ലിക് റിലേഷൻ മാനേജറിന്റെ ഒരു റോൾ തന്നെയല്ലേ. അവര് തന്നെയാണ് ഈ പറയുന്ന പബ്ലിക്കിലേക്ക് ഏതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ എങ്ങനെ പബ്ലിക്കിലേക്ക് അറിയിക്കാം, എന്തൊക്കെ രീതിയിൽ ആ ഒരു നല്ല പ്രവർത്തനങ്ങൾ പബ്ലിക്കിലേക്ക് എങ്ങനെ നമുക്ക് ഔട്ട്റീച്ച് ചെയ്യാം, വ്യാപനം നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ മാനേജർ. രണ്ടാമതായി പറയുന്നത് ഷീ ഈസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ്. ഏത് മീഡിയാസിലൂടെ നമ്മൾ ഈ ഒരു
ഈ ഒരു വിവരങ്ങള് അവർ പബ്ലിക്കിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഏത് മീഡിയ നമ്മൾ ചൂസ് ചെയ്യണം. അത് ഓൺലൈൻ ആയിട്ടുള്ള മീഡിയാസ് വേണോ, അല്ലെങ്കിൽ TV വേണോ, റേഡിയോസ് വേണോ, അങ്ങനെ ഏത് മീഡിയാസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അത് ഏത് വേണമെന്ന് തീരുമാനിക്കുക. അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോരോ എക്സിക്യൂട്ടീവുകളുടെ എഫേർട്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ഉത്തരവാദിത്വം ഇവർക്കായിരിക്കും. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഏതൊക്കെ എക്സിക്യൂട്ടീവുകളെയാണ് അവിടെ ആ ഒരു ഡ്യൂട്ടിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ചുമതലയ്ക്കായിട്ട് അവിടെ എന്ത് ചെയ്യണം, ഉചിതമായിട്ട് ആ ഒരു ചുമതലയ്ക്കായിട്ട് ഉചിതമായി ഏത് എക്സിക്യൂട്ടീവിനെ നമുക്ക് നിയമിക്കാം. അവരുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകൃതമാണോ, എല്ലാ ഇൻഫർമേഷൻസും അംഗീകൃതമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതായത് അവരെ കൊണ്ടുപോയി വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് അവരെ ജോലിക്കായിട്ട് നിർത്താൻ പാടില്ല. മറിച്ച് അവർ ആ ഒരു യോഗ്യത ഉള്ളവരാണോ, അവർക്ക് കൃത്യമായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, കൃത്യമായ അംഗീകൃതമായിട്ടുള്ള സ്കിൽ ഉള്ളവരാണോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൂടി ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം ആ ഓരോ എക്സിക്യൂട്ടീവിനെയും ഉചിതമായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിലേക്ക് ഡ്യൂട്ടിയിലേക്ക് വെക്കാനായിട്ട്. ഇതിന്റെയൊക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജറിനായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഒപ്പീനിയൻ മാസ്റ്റർ? ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ സർ. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻസ്. എന്താണ് പബ്ലിസിറ്റി അല്ലെ, പരസ്യ പ്രചരണങ്ങള് അല്ലെങ്കിൽ പരസ്യതന്ത്രങ്ങള് ആൻഡ് ക്യാമ്പയിൻസ്, പ്രചരണങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, പരസ്യ തന്ത്രങ്ങളും പ്രചരണങ്ങളും എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്യുക. അപ്പൊ അവിടെ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, എങ്ങനെ നമ്മൾ പബ്ലിക്കുമായിട്ട് ആശയവിനിമയം നടത്താം, എങ്ങനെ പബ്ലിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ ക്യാമ്പയിൻസ് നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആസൂത്രണം ചെയ്യണം. രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. എന്താ, പലതരത്തിലുള്ള പ്രസന്റേഷൻസ് ചിലപ്പോ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള അവതരണങ്ങള്, പ്രസ് റിലീസുകള്, പത്രക്കുറിപ്പുകള്, ഇതൊക്കെ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരാം. ആരാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, എഡിറ്റോറിയലും പരമായിട്ടുള്ള റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ വേണമെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പലതരത്തിലുള്ള അവതരണങ്ങൾക്കും പത്രക്കുറിപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് എഴുതുകയും അതുപോലെ തന്നെ നിർമ്മിക്കുകയും ചെയ്യാനായിട്ടുള്ളൊരു പ്രവർത്തന മികവ് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രോം ദ പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ പ്രസ്സിൽ നിന്നോ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, മറ്റ് ബന്ധപ്പെട്ട ഓർഗനൈസേഷനുകളിൽ നിന്നോ എന്തെങ്കിലും എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വന്നാൽ അത് ഉടനെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ആ അന്വേഷണങ്ങൾ ഉടനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ ആണ്. ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. പബ്ലിക്കിൽ നിന്നോ പ്രസ്സിൽ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട മറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ കിട്ടുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്നതാണ് അടുത്തൊരു ഫംഗ്ഷൻ. നാലാമത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് ആസ് പ്രസ് കോൺഫറൻസസ്, ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ്. ഇപ്പൊ ചില ഹോസ്പിറ്റലുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, ഓപ്പൺ ഡേയ്സ് നടത്തുക അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങൾ ചിലപ്പോൾ നടത്താറുണ്ടാവും, ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറുണ്ടാവും, എക്സിബിഷൻസ്, ടൂറുകൾ അല്ലെങ്കിൽ വിസിറ്റുകൾ മുതലായവയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയും ആരാണ് സംഘടിപ്പിക്കേണ്ടത്, ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് സംഘടിപ്പിക്കേണ്ടതും അറ്റൻഡ് ചെയ്യുക. അതായത് ഇപ്പൊ ഈ ഒരു സ്ഥാപനത്തില് ഇതുപോലെയുള്ള പ്രസ് കോൺഫറൻസുകൾ നടത്താം, ഓപ്പൺ ഡേ ഹൗസുകൾ വെക്കാം, എക്സിബിഷൻസ്, ടൂർസ്, വിസിറ്റുകൾ മുതലായവയൊക്കെ സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ, അതില് പങ്കെടുക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ്
അപ്പൊ അവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ മറ്റു സ്ഥാപനങ്ങള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൽ പങ്കാളികളാവുകയും വേണം. ടു സ്പീക്ക്, അപ്പൊ ആ ഒരു സ്ഥാപനവുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വേണം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു സ്പീക്ക് പബ്ലിക്കലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻസ്, പല അവതരണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അഭിമുഖങ്ങളൊക്കെ നടത്തുമ്പോൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ട് നല്ല രീതിയിൽ പൊതുവായിട്ട് സ്പീക്ക് ആക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ആരുടെ ഉത്തരവാദിത്വമാണ്? ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു ഇമേജ് എടുക്കുന്ന രീതിയിലുള്ള പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കണം. Then to provide clients with information about new promotional opportunities and current pre-campaign progress. അതായത് പുതിയതായിട്ടുള്ള പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്, പുതിയതായിട്ട് നമ്മുടെ ഓരോ കാര്യം ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രൊമോഷൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വന്നാൽ, അതുപോലെ തന്നെ നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്, ക്യാമ്പയിനുമായി മുന്നോടിയായിട്ടുള്ള അതിന്റെ പുരോഗതി മുതലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടുത്തെ ക്ലയൻസുമായിട്ട് കൃത്യമായിട്ടൊരു ആശയവിനിമയം നടത്തുകയും അവർക്ക് ഇൻഫർമേഷൻസ് അതിനെ കുറിച്ച് നൽകുകയും ചെയ്യണം. Then to analyze media coverage, എത്രത്തോളം മീഡിയ കവറേജ് നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. ഈ മീഡിയ കവറേജ് കുറവാണെങ്കിൽ കുറച്ച് അധികം രീതിയിൽ പലതരം തന്ത്രങ്ങൾ മെനഞ്ഞ് അതിനനുസരിച്ചുള്ള മീഡിയ കവറേജ് കിട്ടുന്നതിലൂടെ കുറച്ചുകൂടി ആളുകൾക്ക് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയാനും ഇവരുമായിട്ട് ഇടപെടൽ നടത്താനും ഒക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള മീഡിയ കവറേജ് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. ഇനി കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുക. ലാസ്റ്റ് വരുന്നത് ടു ലിയേഴ്സ് വിത്ത് ക്ലയന്റ്സ്, മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് അബൌട്ട് ബഡ്ജറ്റ്, ടൈം സ്കെയിൽ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതുപോലെ ഒരു ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു പരസ്പര ബന്ധം കീപ്പ് ചെയ്യാനുള്ളതാണ്. ആരൊക്കെയായിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യേണ്ടത്? ക്ലയൻസുമായിട്ട്, അവിടെ വരുന്ന ക്ലയൻസുമായിട്ട്, മാനേജ്മെന്റിലെ ജീവനക്കാരുമായിട്ട്, ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ട്, പത്രവുമായിട്ടൊക്കെ ന്യൂസ് റിപ്പോർട്ടേഴ്സുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യണം? ഒരു അവരുടെ ബഡ്ജറ്റുകളെ കുറിച്ചാവാം അല്ലെങ്കിൽ അവരുടെ ടൈം സ്കെയിൽ അല്ലെ, ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാനും വേണ്ടിയിട്ട് നല്ലൊരു ആശയവിനിമയം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, ലൈസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആര് കീപ്പ് ചെയ്യണം? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ഈ പറയുന്ന ക്ലയൻസുമായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിലെ ജീവനക്കാരുമായിട്ട് അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് അല്ലെ, എന്താണ്? പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. രണ്ടാമത്തത് പ്രസന്റേഷൻസ്, അവതരണങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രസ് റിലീസുകൾ അല്ലെ, പത്രക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ പ്രസ് റിലീസുകളോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുകയും അത് നിർമ്മിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. പബ്ലിക്കിൽ നിന്നോ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ പ്രസ് മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഓർഗനൈസേഷൻസിൽ നിന്നോ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായി കൈകാര്യം ചെയ്യുക. നാലാമത്തത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷൻ events such as press conferences, ഓപ്പൺ ഡേ ഹൗസ് എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ്. ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സുകൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ഇവന്റ്സുകൾ, പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളാവാം, ഓപ്പൺ ഡേ ഹൗസുകളാവാം, എക്സിബിഷൻസ് ആവാം, ടൂർസ് ആവാം, വിസിറ്റുകളാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും അത് അവിടെ നടപ്പിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റു സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ ഇവന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളികളാവുകയും ചെയ്യണം. അടുത്തത് to speak publicly at interviews. ഒരു ഇന്റർവ്യൂ അഭിമുഖം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻസ് അവതരണം നടത്തുമ്പോഴോ പൊതുവായിട്ട് സംസാരിക്കാൻ ഒരു
ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്. Then to provide clients with information about new promotional opportunities and current pre-campaign progress. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻസ് അല്ലെങ്കിൽ പ്രചരണവുമായിട്ടുള്ള പുരോഗതി എത്രത്തോളം ഉണ്ട്, ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന പ്രൊമോഷണൽ അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ക്ലയൻസുമായിട്ട് കൃത്യമായിട്ട് ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then to analyze media coverage. എത്രത്തോളം മീഡിയ കവറേജ് ഒരു സ്ഥാപനത്തിനുണ്ട് എന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുകയും മീഡിയ കവറേജ് കുറവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. Then to liaise with clients. ക്ലയൻസുമായിട്ട്, മാനേജ്മെന്റിലെ അംഗങ്ങളുമായിട്ട്, ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എന്തിനു വേണ്ടി? അവരുടെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഓരോ ഇവന്റ്സ് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ പറയുന്ന ക്ലയൻസുമായിട്ടോ മാനേജ്മെന്റ് സ്റ്റാഫുകളുമായിട്ടോ ജേർണലിസ്റ്റ് സ്റ്റാഫുകളുമായിട്ടോ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യേണ്ടതുമാണ്. ഇതെല്ലാം ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അടുത്തത് ഒരു 4 കാര്യങ്ങളാണ് പറയുന്നത്. മറ്റ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്? അതിൽ ഒന്നാമത്തെ ബോക്സിൽ പറയുന്നത് അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്, അതായത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. നമ്മുടെ മീഡിയയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പല ന്യൂസുകളും നമ്മുടെ മീഡിയാസിലൂടെ അല്ലെങ്കിൽ പ്രസ്സിലൂടെ നമ്മൾ എന്താണ് പത്രക്കുറിപ്പുകളിലൂടെ അറിയാറുണ്ട് അല്ലെ, പത്രമാധ്യമങ്ങളിലൂടെ അറിയാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ടുള്ള ആശയവിനിമയം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാ പറയുന്നത്. അതായത് PR, പബ്ലിക് റിലേഷൻ ഓഫീസർ, മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് വെൽ. അവിടെയുള്ള ലോക്കൽ പ്രസ് ചെയ്ത്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു പരിധിയിലുള്ള ലോക്കൽ പ്രസ് ഉണ്ടാവില്ലേ, ലോക്കൽ പ്രസ് ഉണ്ടാവില്ലേ, പ്രാദേശിക മാധ്യമങ്ങൾ അല്ലെ. ആ ഒരു PR, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് എവിടെയാണോ അതിന്റെ ആ ചുറ്റുപാടുമുള്ള ആ പ്രാദേശിക മാധ്യമം ഏതാണ്, അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് ആര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാ പറയുന്നത്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഈ ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. അതായത് ഈ ഒരു ലോക്കൽ പ്രസിന് ഈ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിനെ സഹായിക്കാനായിട്ട് ഒരുപാട് സഹായിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, ഇപ്പൊ നമ്മുടെ ഒരു ലോക്കൽ ആയിട്ടുള്ള പ്രസ് ഉണ്ട് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ, അതിലൂടെയല്ലേ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ന്യൂസുകൾ വരുന്നത് അല്ലെ. നമ്മുടെ ആ ലൊക്കാലിറ്റിയിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചും മറ്റു ന്യൂസുകളൊക്കെ കൂടുതൽ അതിലൂടെ ആയിരിക്കില്ലേ വരിക? ആണല്ലോ. അല്ല, നമ്മൾ മറ്റേതെങ്കിലും മീഡിയാസിനെ ആശ്രയിച്ചാൽ ചിലപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയിക്കാൻ പറ്റുള്ളൂ. അതേസമയം ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണ് കൂടുതലും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെല്ലുന്നത്. അപ്പൊ കൂടുതൽ ഈ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെയാണ് നമ്മൾ ഇതിനെ പറ്റിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ ആശുപത്രിയെ സഹായിക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാര്യത്തിൽ ആശുപത്രിയെ സഹായിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഹോസ്റ്റൈൽ പ്രസ്, ഇനി ഒരു അതായത് ഒരു ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് ആണെന്ന് വിചാരിക്കാം. ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. അവർക്ക് നമ്മുടെ ഇപ്പൊ ശത്രുപക്ഷത്താണ് ഒരു പ്രസ് നിൽക്കുന്നത്, അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിന് ഇഷ്ടമല്ല എങ്കിൽ അവർക്ക് ദോഷം ചെയ്യാനും പറ്റില്ലേ? പറ്റുമോ? വളരെയധികം ദോഷം ചെയ്യാൻ പറ്റില്ലേ? അവർക്ക് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കുറയ്ക്കാനും സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് ആൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഹോസ്പിറ്റൽ പ്രോബ്ലം ഹി ക്യാൻ ഹെൽപ്പ് എനോമസ്ലി. അപ്പൊ ആ ഒരു പ്രസിന്റെ അല്ലെങ്കിൽ ആ ഒരു മാധ്യമത്തിന്റെ എഡിറ്ററിന് നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വളരെ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ഒരു PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറിന് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പ്രസ് അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ ഏതാണോ
അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾക്ക് നമുക്ക് ഒരു പരിധി വരെ ഈ ആശയവിനിമയത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ്സാണെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ ദോഷങ്ങൾ ചെയ്യാനും സാധിക്കുന്നു വരും. അപ്പൊ എപ്പോഴും ആ ഒരു പ്രസിന്റെ ആ ഒരു എഡിറ്റർ, ആ മാധ്യമത്തിന്റെ ആ ഒരു എഡിറ്ററിന് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാനും സാധിക്കും. ഇനി രണ്ടാമത് പറയുന്നത്, രണ്ടാമത്തെ ബോക്സിൽ നോക്കി, ആ ഫസ്റ്റ് ബോക്സ് ക്ലിയർ ആണോ? ഫസ്റ്റ് ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ. സെക്കൻഡ് ബോക്സിൽ പറയുന്നത്, when something has gone seriously wrong and consequences may be of public concern. അതായത് ഇവിടെ എന്തെങ്കിലുമൊക്കെ സീരിയസ്, അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുരുതരമായിട്ടൊരു തെറ്റ് സംഭവിച്ചാൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചൊരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പബ്ലിക്കിനിടയിൽ സ്വാഭാവികമായിട്ടും പബ്ലിക് കൺസേൺ, പബ്ലിക്കിന്റെ ആശങ്കകൾ ഉയർത്താനുള്ള ഒരു കാരണമാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തെറ്റായ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ആരോപണമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ പബ്ലിക്കിനിടയിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. സോ ദ ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പൊ ഈ സ്ഥാപനം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊരു, അതായത് ഒരു ഹോസ്പിറ്റലിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, അപ്പൊ അവര് പറയാണ് ആ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയാണ് എന്നൊക്കെ പുറമെ കുറെ അധികം എന്താണ് ഇങ്ങനെ ഒരു ഗുരുതര തെറ്റ് പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തെറ്റുകൾ ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ന്യൂസുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്നു എന്ന് വിചാരിക്കാം. അതിന്റെ ആ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് പബ്ലിക്കിനിടയിൽ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു ആശങ്ക ഉടലെടുക്കും അല്ലെ. നല്ല രീതിയിലുള്ള, ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത് അല്ലെ, നല്ല രീതിയിലുള്ള സർവീസ് അവർ കൊടുക്കുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുമോ, ഇനി നമ്മൾ ചെന്നാലും നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമോ, ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവില്ലേ പബ്ലിക്കിനിടയിൽ ഇല്ലേ? നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഒരുപാട് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത്, പല പല പ്രശ്നങ്ങൾ. അതെ, അത് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകാർ ഇങ്ങനെ ഒരു സംഭവം നടന്ന എന്താ ചെയ്യണ്ടേ? ഹോസ്പിറ്റലുകാര് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വിഷയം വന്നു, അപ്പൊ ഒരു ഹോസ്പിറ്റലിനെതിരെയാണ് ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റൽ മിണ്ടാണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? ആണോ? മിണ്ടാതിരുന്ന എന്താണ് അത് ശരിയായെന്നാണ് അവരെതിരെ ചെയ്യേണ്ടത് അല്ലെ. ശരിയാണ്, അവരതിനെ എതിർക്കണം. കാരണം മിണ്ടാതിരുന്നാൽ അക്സെപ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. അവരെന്താ ചെയ്യേണ്ടത്? എത്രയും വേഗത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വമേധയാ, ആരും നിർബന്ധിച്ചിട്ടല്ല, അവർ സ്വമേധയാ വോളണ്ടിയർ ആസ് ഏർലി ആസ് പോസിബിൾ എന്നാ പറയുന്നത്. ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ, നിയമാനുസൃതമായിട്ടുള്ള ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങള് ആ പബ്ലിക്കിനോട് സ്വമേധയാ എത്രയും വേഗം അവരോട് എന്ത് ചെയ്യുക? അറിയിക്കുക. അതായത് ഹോസ്പിറ്റലിന് കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്ത് പറയുന്നത് ലീഗലായിട്ടുള്ള കാര്യങ്ങളല്ല, അതിന് എന്താണ് നമ്മളെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനായിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് അതിന് വേണ്ടി ഞങ്ങളുടേതായ പ്രൂഫുകളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തുക അല്ലെ. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അവരൊരു പത്രസമ്മേളനം നടത്തുന്നു, അവരതിനുള്ള പ്രൂഫുകൾ കാര്യങ്ങൾ പറയുന്നു, അവരതിനെ എതിർക്കുകയാണ്. അപ്പൊ അവർ ആ ഒരു നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങള് എത്രയും വേഗം പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യണം? സ്വമേധയാ അറിയിക്കണം. അപ്പോഴാണ് ആ ഒരു ആശങ്ക ജനങ്ങളിൽ നിന്ന് വിട്ടുമാറാനായിട്ട് സഹായിക്കുള്ളൂ അല്ലെ. ക്ലിയർ ആകുന്നുണ്ടോ മിസ് പറയുന്നത്? Then clearance of all material intended for release must be controlled by the chief of PR. ഇനി ഈ പറയുന്ന എല്ലാ, അതായത് നമ്മൾ ഈ പത്ര സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അതെല്ലാം ആ റിലീസിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ചീഫ് ഓഫ് PR ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ചീഫ് ആയിട്ടുള്ള വ്യക്തികള് അത് കൃത്യമായിട്ട് എന്താണ് പബ്ലിഷ്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ചീഫ് ഓഫ് PR എന്ത് ചെയ്യണം? അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നിയന്ത്രിച്ചായിരിക്കണം അത് പുറത്തേക്ക് അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ടത്. The material should be put on a format and released in a manner calculated to benefit the hospital. ഈ ഒരു പുറത്തുവിടുന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം? ആ ഹോസ്പിറ്റലില് മോശമാവുന്ന അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തുവിടാൻ പാടില്ല അല്ലെ.
അല്ലെ? എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം? ആ ഹോസ്പിറ്റലിന് ഈ പുറത്തുവിടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ആ ഫോർമാറ്റിലുള്ള ഇൻഫർമേഷൻസ് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ, അല്ലെ, അവർക്ക് പ്രയോജനകരമാവുന്ന അല്ലെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം ഇവരിലൂടെ റിലീസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ ഒരു ബോക്സ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഇങ്ങനെ ഒരു തെറ്റായ സംഭവങ്ങൾ വന്നാല് അതിന് എന്ത് ചെയ്യണം? ഇവർ ആ ഒരു എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എത്രയും വേഗത്തിൽ അവർക്ക് ഒരു പ്രസ് റിലീസോ കോൺഫറൻസോ വരുത്താൻ പറ്റുമോ അതിനനുസരിച്ച് ഒരു പത്രസമ്മേളനങ്ങളൊക്കെ കൂട്ടി അവരെന്ത് ചെയ്യുക? അവരുടേതായ ഭാഗത്തുള്ള ന്യായങ്ങൾ ഇതിന് വാദിക്കുക. അപ്പൊ അത് വാദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക്കിനിടയിൽ ഉണ്ടായ ആ ഒരു ആശങ്ക, ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ആശങ്ക കുറയ്ക്കാനും അതുപോലെ തന്നെ ഇവർ ഈ റിലീസ് ചെയ്തത് ഇത് പത്രസമ്മേളനത്തിന് പറ്റിരുന്ന് അവർക്ക് വായി തോന്നുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ സ്ഥാപനത്തിന് യാതൊരു ദോഷവും ഉണ്ടാകാത്ത അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം അത് പ്രസന്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് പ്രസന്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു റെപ്യൂട്ടേഷൻ അവിടെ അല്ലെങ്കിൽ പ്രശസ്തി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യത്തെ വ്യക്തമായി നല്ല രീതിയിൽ ആ ഒരു സ്ഥാപനത്തിന് യാതൊരു ദോഷങ്ങളും വരാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ചീഫ് ഓഫ് PR കൃത്യമായി നിയന്ത്രിച്ച് അതിനനുസരിച്ചായിരിക്കണം ആ വിവരങ്ങൾ പുറത്തുവിടേണ്ടത്. ക്ലിയർ ആണോ? സെക്കൻഡ് ബോക്സ് ഓക്കെ ആണോ? മനസ്സിലായോ? ഇത് ഓക്കെ. നെക്സ്റ്റ് അടുത്തതാണ് മൂന്നാമത്തെ ബോക്സ് നോക്കാം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യന്റ് എസ്പെഷ്യലി VIPs ആർ വെരി സീരിയസ് പേഷ്യന്റ് ഷുഡ് ബി ഗൈഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേൺഡ് ബൈ ആൻ അപ്രൂവൽ കോഡ്. അതായത് ഈ പറയുന്ന VIP പേഷ്യൻസ് ഉണ്ട്, അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന ചില വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എങ്ങനെയായിരിക്കണം ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത്? അവർ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതും വളരെയധികം കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലേ ഇത്? അപ്പൊ അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് ആ ഒരു സ്ഥാപനം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് the interview of patients by the press or taking their photograph should only be permitted if the patient or his or her relatives concerned and if it is the hospital interest. അതായത് ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള VIP പേഷ്യൻസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ VIP പേഷ്യൻസോ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് should be guarded and preferably governed by an approval code ഉപയോഗിച്ച് അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് വെക്കണം. മറ്റൊരാൾക്കും അത് കൈമാറാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഇപ്പൊ VIP ആയിക്കോട്ടെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് ഇപ്പൊ വളരെ ഒരു ആക്സിഡന്റ്, വലിയ മേജർ ആക്സിഡന്റ് നടന്നു അല്ലെങ്കിൽ ഒരു VIP ആൾക്കാണ് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഒരുപാട് ആളുകൾ അവരെ കാണാൻ വരില്ലേ? ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ട് ന്യൂസ് ആയിക്കോട്ടെ മറ്റു മീഡിയാസ് ആയിക്കോട്ടെ ഉണ്ടാവില്ലേ? ഒരുപാട് പേര് ഇപ്പൊ ഒരു VIP പേഷ്യന്റ് നിങ്ങളാന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ എന്തായാലും ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കിടക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പ്രസ്സോ മീഡിയാസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ, ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് ഈ സ്ഥാപനം അനുവദിക്കാൻ പാടില്ല. അവർക്ക് ആ ഒരു പേഷ്യന്റിനോ അവരുടെ റിലേറ്റീവ്സിന്റെയോ സമ്മതമില്ലാതെ, ഇഫ് ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഇപ്പൊ ഹോസ്പിറ്റലിന് താല്പര്യമുണ്ടെങ്കിൽ പോലും ആ പേഷ്യന്റിനോ അവരുടെ റിലേറ്റീവ്സിനോ സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരോട് ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ അവരുടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എടുക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ ബോക്സ്? ലാസ്റ്റ് ബോക്സിൽ പറയുന്നത് ദ മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. അതായത് ഏതൊരു മെഡിക്കൽ സ്റ്റാഫും ഇൻഫർമേഷൻ ഫോർ പബ്ലിക് കൺസംഷൻ ഷുഡ് ബി ക്ലിയർലി ബൈ പബ്ലിക് റിലേഷൻ. അതായത് നോ പേഷ്യന്റ് ഇൻഫർമേഷൻ വിൽ ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോർംഡ് കൺസേൺ ഓഫ് ദ സെയിം. അപ്പൊ ഏതൊരു ഇൻഫർമേഷൻ, ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഏതൊരു ഇൻഫർമേഷൻ ആണെങ്കിലും ഒരിക്കലും ആ പേഷ്യന്റിന്റെ കൺസേൺ സൈൻ ചെയ്തിട്ടുള്ള സമ്മതപത്രമില്ലാതെ മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല,
കൈമാറാൻ പാടില്ല. All the questions about hospital operations, its patients should be cleared by chief public relations before being published publicly. അതായത് ഇവിടെ എന്തൊരു ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും വരുന്ന ചോദ്യങ്ങൾ, കുറേയധികം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നേക്കാം അല്ലെ, പബ്ലിക്കിനിടയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വന്നേക്കാം. അതെല്ലാം വളരെ കൃത്യമായിട്ട് അതിനെ ക്ലിയർ ചെയ്ത് വിടേണ്ടത് ഒരു ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹമാണ് അത് പബ്ലിക്കലി പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള കൃത്യമായ മറുപടികൾ കൊടുത്ത് അവരത് ക്ലിയർ ചെയ്ത് വിടേണ്ടത് ഒരു ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അതായത് ഇവിടെ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻസ് ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഏതൊരു മെഡിക്കൽ സ്റ്റാഫുകളും അവിടെ വർക്ക് ചെയ്യുന്ന ഏത് മെഡിക്കൽ സ്റ്റാഫുകളും ആയിക്കോട്ടെ, അവർ യാതൊരു വിധത്തിലും അവിടെ പബ്ലിക്കിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല. The public conception should be cleared by public relation. എന്താണ് ഇവിടെ പറയുന്നത്? ഒരിക്കലും ആ പേഷ്യന്റ് ഇൻഫർമേഷൻ ആ പേഷ്യന്റിന്റെ സമ്മതം അല്ലെങ്കിൽ സമ്മതപത്രത്തിൽ അവരുടെ സൈൻ ചെയ്ത് വാങ്ങി അവരോട് ഇൻഫോം ചെയ്ത് ഇന്ന കാര്യത്തിന് ഇവർ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് അവരോട് പറയാതെ യാതൊരുവിധ കാരണത്തോളം അവരുടെ സമ്മതവും സൈൻ ചെയ്ത് വാങ്ങിക്കാതെ ഈ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പുറത്തേക്ക് വിടാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ചോദ്യങ്ങളോ കാര്യങ്ങളോ മീഡിയയുടെ ഭാഗത്തുനിന്നോ മറ്റെന്തെങ്കിലും ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് ആ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? അത് ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ബോക്സ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതൊന്നും വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.